ആരോഗ്യവും ഫിറ്റ്നസ്സും ഇഷ്ടപ്പെടുന്നവരെല്ലാം ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്നവരായിരിക്കും: പ്രോട്ടീൻ. കാരണം പേശികൾക്ക് ബലം നൽകാനും ശരീരഭാരം നിയന്ത്രിക്കാനും പ്രോട്ടീൻ അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ എങ്ങനെ ആവശ്യമായ അളവിൽ എളുപ്പത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്താമെന്ന് ചിന്തിക്കാറില്ലേ? അതിനുള്ള ചില മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമാക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിന് ദിവസേന ആവശ്യമായ പ്രോട്ടീൻ ഉറപ്പാക്കാൻ ഈ മാർഗങ്ങൾ സഹായിക്കും. ആദ്യം ഒരാൾക്ക് ഒരു ദിവസം എത്ര പ്രോട്ടീൻ വേണമെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള വെയിറ്റ് അടിസ്ഥാനമാക്കിയാണ് ആവശ്യമായ പ്രോട്ടീന്റെ അളവ് കണക്കാക്കുന്നത്. സാധാരണ മുതിർന്ന ഒരു വ്യക്തിക്ക് 1 കിലോഗ്രാം ശരീരഭാരത്തിന് 0.8 മുതൽ 1 ഗ്രാം വരെ പ്രോട്ടീൻ ദിവസേന ആവശ്യമാണ്. അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 74 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഏകദേശം 60 ഗ്രാമിനടുത്ത് പ്രോട്ടീൻ വേണ്ടി വരും. എന്നാൽ കടുത്ത വർക്കൗട്ട് എല്ലാം ചെയ്യുന്നവർക്ക് 1 കിലോഗ്രാം ശരീരഭാരത്തിന് ഏകദേശം 1.2 മുതൽ 1.5 ഗ്രാം വരെ പ്രോട്ടീൻ കഴിക്കാവുന്നതാണ്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. പ്രോട്ടീൻഫിക്കേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ദിവസേന നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ പ്രോട്ടീൻ പൗഡർ ചേർത്ത് പ്രോട്ടീന്റെ അളവ് കൂട്ടുന്നതിനെയാണ് പ്രോട്ടീൻഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ഫിറ്റ്നസ് പ്രേമികൾക്കിടയിൽ ഇപ്പോൾ വലിയൊരു തരംഗമാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഹൈ പ്രോട്ടീൻ ബനാന സ്മൂത്തി. ഒരു വാഴപ്പഴം, 1 സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ, കുറച്ച് പീനട്ട്, പാൽ എന്നിവ ചേർത്ത് ബ്ലെൻഡ് ചെയ്യുക. ഏകദേശം 300 കലോറി നൽകുന്ന ഒരു സ്മൂത്തിയാണിത്. 3 മുതൽ 4 മണിക്കൂർ വരെ വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കും. വേഗത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. നല്ലൊരു പ്രഭാത ഭക്ഷണവുമാണ്. പ്രോഫി അഥവാ പ്രോട്ടീൻ പ്ലസ് കോഫി. രാവിലെ കാപ്പി കുടിക്കുന്ന ശീലമുള്ളവർക്ക് ഇതൊരു മികച്ച വഴിയാണ്. നിങ്ങളുടെ കോഫിയിൽ 1 സ്കൂപ്പ് പ്രോട്ടീൻ പൗഡറോ അല്ലെങ്കിൽ കുറച്ച് പ്രീമെയ്ഡ് പ്രോട്ടീൻ ഷേക്കോ ചേർക്കുക. ഇത് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്നതിനൊപ്പം ദിവസേനയുള്ള പ്രോട്ടീൻ ആവശ്യകത നിറവേറ്റാനും സഹായിക്കും. അടുത്തത് പ്രോട്ടീൻ ലഡ്ഡു. കടകളിൽ നിന്ന് വാങ്ങുന്ന പ്രോട്ടീൻ ബാറുകൾക്ക് പകരം വീട്ടിൽ തന്നെ പ്രോട്ടീൻ ലഡ്ഡു ഉണ്ടാക്കിയാലോ? പൊടിച്ചെടുത്ത നട്ട്സ് ആൻഡ് സീഡ്സ്, ശർക്കര, 1 സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ എന്നിവ ഉപയോഗിച്ച് ഇവ തയ്യാറാക്കാം. വ്യായാമത്തിന് മുൻപ് കഴിക്കാവുന്ന ആരോഗ്യകരവും രുചികരവുമായ മികച്ചൊരു സ്നാക്കാണിത്. പ്രോട്ടീൻ ചപ്പാത്തി. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഗോതമ്പ് മാവിൽ അല്പം വേ പ്രോട്ടീൻ പൗഡർ ചേർത്ത് കുഴയ്ക്കുക. ഇത് നിങ്ങളുടെ സാധാരണ ചപ്പാത്തിയെ ഹൈ പ്രോട്ടീൻ ചപ്പാത്തിയാക്കി മാറ്റും. ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ മാർഗം പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പ്രോട്ടീൻ പാൻ കേക്കുകൾ. ബ്രേക്ക്ഫാസ്റ്റിന് പാൻ കേക്കുകൾ ഇഷ്ടമാണോ? എങ്കിൽ സാധാരണ പാൻ കേക്കുകളുടെ ചേരുവകളോടൊപ്പം 1 സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ കൂടി ചേർത്ത് നോക്കൂ. ഇത് നിങ്ങളുടെ പ്രഭാത ഭക്ഷണത്തെ കൂടുതൽ ആരോഗ്യകരമാക്കും. കുട്ടികൾക്കും ഇഷ്ടപ്പെടും. പ്രോട്ടീൻ ഐസ്ക്രീം. വാഴപ്പഴം, പ്രോട്ടീൻ പൗഡർ, തേൻ അല്ലെങ്കിൽ ശർക്കര, തൈര്, പാല് എന്നിവ ബ്ലെൻഡ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. ഇത് നിങ്ങളുടെ പ്രോട്ടീൻ ആവശ്യകത നിറവേറ്റുന്ന ഒരു സ്വാദിഷ്ടമായ മധുര പലഹാരമാണ്. ശരീരത്തിന് ദിവസേന ആവശ്യമായ പ്രോട്ടീൻ എങ്ങനെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമെന്ന് ചിന്തിക്കുന്നവർക്ക് ഇതെല്ലാം പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കാം.